ഗൈസ് നമ്മളിപ്പം നിവേദിൻ്റെ വീട്ടിലേക്ക് പോയിന്. നിവേദിനവിടെ തിരികെ നിവേദി ഞാൻ ഫസ്റ്റ് ഇവളെ വീട്ടിലേക്ക് വന്നു. ഇവക്കൊരു ഡ്രസ്സ് കൊടുക്കാനുണ്ടായിന്. ഡ്രസ്സ് കൊടുത്തിട്ട് വേറൊരു ഡ്രസ്സ് നിവേദി കൊടുക്കാൻ വേണ്ടി നിവേദിൻ്റെ അടുത്തേക്ക് പോകുന്നു. നിവേദിക്കൽ എന്തെല്ലോ കഥയുണ്ട്. നിവേദിനെ നിങ്ങൾ വിചാരിക്കുന്നതിലെ ഒരാളല്ല അല്ലേ. മമ്മൂട്ടി വരെ മടിയിലിരുത്ത കുഞ്ഞിയത്. അപ്പം നിവേദിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നിവേദിതൻ്റെ വീട്ടിലെത്തി വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ നിവേദിത ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട് അല്ലേ? ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് വന്നു. ലിപ്സ്റ്റിക് അല്ല ഗൈസ്, ഇത് ഒറിജിനൽ ആണ് ഗൈസ്. വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഓടിയില്ലേ. മിഠായി ഇതെന്തെല്ലാം മിഠായാ? മൈ ഡാഡി കം ഗൈസ്. വളരെ മികച്ച ഒരു ഇംഗ്ലീഷ് എന്നെല്ലാം പറഞ്ഞാൽ പുതിയതായിട്ട് ഡ്രൈവിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. ഇതൊന്നും നീ കാണുമ്പോൾ കഴിവാക്കുന്നു. പറ ഡ്രൈവിങ്ങിനെ ഒരു പറ എന്താ പറയണ്ടേ? ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നതിനെ പറ്റി ബാക്കിയുള്ളവരോട് എന്താ പറയാനില്ല. അതായത് ഇപ്പം മടി പിടിച്ചിട്ട് പേടിച്ചിട്ടും ഡ്രൈവിങ് പോവാത്തവരെ നീ എങ്ങനെയാ? ആദ്യം നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം. ഇത്രയും കാലം ബോധമുണ്ടായി. ഇപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ട്. ഇനിയിപ്പൊ നമ്മള് എവിടെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ പിരി പോയിട്ടുള്ളത് അത് പെട്ടെന്ന് ക്യാമറ കണ്ടതിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന. പിന്നെ പറയാനുള്ളത് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞിട്ടില്ലേ ഇവളെ വീട്ടിലേക്ക് പിന്നെ എനിക്കിപ്പോ ഞാൻ പഠിക്കുന്നത് മലബാർ ഡ്രൈവിംഗ് സ്കൂൾ. അതിനാട് ആക്കിക്കോട്ടെ കീ ഒച്ചയാക്കണേ. അതാരും കോപ്പിയായിട്ട് ഇതാണ് പറഞ്ഞ നിവേദി. നമ്മള് വിചാരിക്കുന്ന ആളല്ല നിവേദി. അതാണ് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അനാമിക്ക് ഡ്രൈവിംഗ് ഉണ്ട്. ഈ വന്നർക്ക് ഡ്രൈവിംഗ് ഒന്നും ഇല്ല. ഡ്രൈവിംഗ് ഞാൻ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് എടുത്തിട്ടല്ലേ പഠിക്കാവുന്നല്ലേ? എന്നിട്ട് നാളെ എനിക്കൊരു ഒരു തിയറി ക്ലാസ് ഉണ്ട്. അത് എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. എന്നാലേ ഡ്രൈവിങ്ങിന് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റൂൾസ് അറിയാണ്ടിരിക്കും. ഓക്കെ. പിന്നെന്താ പറയണ വെച്ചാല് എൻ്റെ കാറിൻ്റെ അകത്ത് ഞാനും 4 പിള്ളേരുമാണ് ഉള്ളത്. അതെ, പിന്നെ ഞാൻ പഠിക്കുന്ന എൻ്റെ കാറല്ലേ. പിന്നെ ഫസ്റ്റത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പറയാനല്ല, അത്രയും നല്ല സ്റ്റുഡൻ്റ്. ഐ മീൻ ആദ്യമായിട്ടല്ലേ ഞാൻ പോന്നേ. അല്ല അങ്ങനല്ലേ. മിണ്ടാണ്ടിരിക്കണേ. അപ്പം ഒരു ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്കില്ല. കാരണം ഞാൻ ജന്മന കുറച്ച് ആദ്യത്തെ സ്റ്റുഡന്റ് അല്ല. ഞാൻ ആദ്യത്തെ സ്റ്റുഡന്റ് അല്ലേ മിഞ്ഞാന്ന് വരെ. അതായത് അങ്ങനല്ലേ ഇവള് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പോകുന്നോണ്ട്, അതായത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഇവളെ ലൈഫിൽ. അപ്പൊ അതാണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യത്തെ സ്റ്റുഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറ. പിന്നെ എനിക്ക് തോന്നുന്നു 1 മാസം പഠിക്കേണ്ടി വരും. പക്ഷെ ഞാൻ ആയതുകൊണ്ട് ചിലപ്പോ 2 ആഴ്ചക്കുള്ളിൽ കഴിയും. ഒരാഴ്ച പോരാ, 2 ആഴ്ച വേണ്ടേ? ഭയങ്കര സംഭവല്ലേ. അപ്പൊ പിന്നെ പക്ഷെ അറിയൂല, നമുക്ക് ശ്രമിക്കാം. പിന്നെ ഗായ്സ്, ഇവിടെ ഈ വീഡിയോ ഇടൂല എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അപ്പൊ അഥവാ ഇവിടെ ഈ വീഡിയോ ഇട്ടാല് ആരും ദൈവം എൻ്റെ അടുത്തേക്ക് വരണ്ട. അല്ലേ ആരും മെസ്സേജ് വരൂലേ? എന്റെ പേര് അങ്ങനെ തിരികെ കിട്ടുവാ? എന്റെ പേരാരോട് പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഇത്രയും സമയം പിന്നെ ഓളോളെന്നല്ല പറയുന്നത്. അതല്ലേ, എന്റെ പേരായിരിക്കും അറിയാത്തോണ്ട് പോയിട്ടില്ല. നേരത്തെ നിവേദിന്റെ വീട്ടിലേക്ക് അതിപ്പോ ചോദിച്ചാരെങ്കിലും. സോറി, അതിന്റെ ഷോർട്ട് നെയിം അതിന്റെ ഫുൾ നെയിം അതല്ല. എന്റെ ഫുൾ നെയിം കുറച്ച് വ്യത്യാസമുണ്ട്. വ്യത്യാസം മീൻസ് എങ്ങനെ വ്യത്യാസം? ഈ നിവേദി നിലയിൽ ഒരു കണക്ഷൻ ഇല്ല. നിവേദിയായിട്ട് കണക്ഷൻ ഉണ്ട്. നിവേദിത ഇവളെ താഴത്തെ വീട്ടിലേക്ക് നടക്കുന്നു. ഇതാണ് വീട്. കുറച്ച് നമ്മൾ താഴെത്തി. ഇതാണ് വഴി താഴേക്കണ്ടേ. താഴത്തെ വീട്ടിലെത്തി. ഇവിടെ ആരും ഇല്ല, അവിടെ നിൽക്കലൊന്നുമില്ല. തറവാടിനെ കുറിച്ച് എന്താ പറയാ? തറവാടിനെ പറ്റിയിട്ട് പറയാന്ന് വെച്ചാല്, ഞാൻ ജനിച്ചിട്ട് അല്ല, എൻ്റെ അമ്മ ജനിക്കുമ്പോൾ എടുത്ത വീടാണിത്. ഞാൻ എൻ്റെ ഒരു ഊഹാപോഹം. ഇവിടെ നടക്കുന്ന സമയത്താണ് ഇവിടെ നടക്കാൻ അല്ല, ഇവള് ഇവിടെ ഉണ്ടാകുന്ന സമയത്താണ് മമ്മൂട്ടിനെ കാണാൻ പോയത്.
അതെ, ഈ പ്രായത്തിലാണ് ഞാൻ മമ്മൂട്ടിനെ കാണാൻ പോയത്. അതായത് ഇവരുടെ ഇപ്പുറം ഒരു ഇതുണ്ട് എന്നാണ് ഇല്ലം. ഇപ്പറല്ല, തായില്. തായില് ഇല്ലുണ്ട്. ആ ഇല്ലത്താണ് നമ്മളെ മറ്റേ പഴശ്ശിരാജേന്റെ ഷൂട്ട് ഉണ്ടായിരുന്നല്ലേ. അവരെ ആ ഇല്ലല്ലേ, ആ പഴശ്ശിരാജന്റെ അകത്തുള്ള ഒരു വീട്, ആ വീട് അതായത് കനിഹ കുളിച്ച പഴശ്ശിരാജന്റെ ഷൂട്ടെല്ലാം ഇവിടെ നടന്നിന്. അപ്പൊ ആ ടൈം ഇവള് ഷൂട്ട് കാണാൻ വേണ്ടി പോയല്ലേ. എന്നിട്ട് അങ്ങനെ എന്തോ ഉണ്ടായിന്. എന്നിട്ട് ഇവളെ മമ്മൂട്ടി മടിയിൽ ഇരുത്തീനെന്ന് ഇവള് പറയുന്നു. നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ശരിയാണ്. ഇത് കാണുമ്പം ഏതെല്ലോ സിനിമയിലെല്ലാം ഇല്ല ഒരു വീടെല്ലാം പോലെ തോന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പെല്ലാം കയറി പറ്റി. തറവാട് വീട്. അപ്പം അത്രേ ഇല്ലു. രണ്ടാളി ഇത് നൊട്ട പറയുന്നുണ്ടാ. ഓരോരാളെ കുറിച്ചിട്ട് ഇങ്ങനെ നൊട്ട പറയലാണ് ഇവർക്ക് പണി. അല്ലേ ഇവിടെ തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. തുറക്ക്. ആ തുറന്നു തുറന്നു തുറന്നു. ഇതാണ് ഇത്. ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മേലെ കയറുന്നില്ലേ. ഓ മേലെ ഇങ്ങനെ നമ്മളെ മീശമാധവല്ലേ മറ്റേ കാവ്യമാധവനെ പൂട്ടിയിടുന്നില്ലേ മേലെ. ഇല്ല, നിന്റേത് അവിടുന്ന് ഇതാക്കും. നമ്മ മേലെ കയറി. ഇവക്ക് ഇതന്നെ ഭ്രാന്ത്. വാവ്. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടിട്ടോ. കേറുമ്പോ തന്നെ നമ്മ ഇവിടുന്ന കയറി വരുന്ന ഇവിടെ എന്തോ റൂം തന്നെയാ തോന്നുന്നു. അങ്ങനെ എന്തോ സംഭവം. ഇത് മത്തങ്ങ പോലും എന്തെല്ലാം. നമ്മള് പുറത്തേക്കുള്ള ഡോറ് തുറക്കുന്നു. ഓക്കേ. തൈബോ വണ്ണാമ്പലുണ്ട്. ഇവിടെ നല്ല ക്ലിയർ ഉണ്ടല്ലേ വീഡിയോ എടുക്കുമ്പോ. ഇതാണ് വീടിന്റെ രണ്ടാം നില. മേലെ ഒന്നും ഇല്ലല്ലേ കാര്യമായിട്ട്. റൂമായിട്ടൊന്നും ഇല്ല. 3 റൂമുണ്ട്. പക്ഷെ നമ്മളത് നല്ല മഴക്കാറുണ്ട്. അല്ല, ഇപ്പൊ നമുക്ക് വീട് ഇരുന്നാൽ നല്ല വൃത്തിക്ക് എല്ലും കാണാൻ, നല്ല മഴ കാണാം. എല്ലും കാണാന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് എന്തുണ്ട്, ഫുൾ കാടാണ്. പിന്നെ ഇവിടെ മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, കറിവേപ്പിലുണ്ട്. എല്ലാതരം സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്തു പോണ്ട. ഒന്നും വാങ്ങില്ല. നമ്മൾ പ്രകൃതിദത്താണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നല്ല, ഞാൻ എൻ്റെ 2ാം ക്ലാസ്സിൽ ഇവിടെ വിട്ട് പോയതാണ്. അടുത്തേക്ക് മേലേക്ക് പറച്ചിലെല്ലാം കടയിലേക്ക് നാടേ വിട്ടിട്ട് പോയിന്. നമ്മള് മേലേക്ക് പോക്കായി, മേലത്തെ വീട്ടിലേക്ക് പോക്കായി അല്ലേ. നമ്മൾ എടുത്തതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് വേഗം പോകും. ഞാൻ വന്ദനക്ക് തളിപ്പറമ്പ് പോകണം, എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇവക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് ഇവിടെ ഇന്ന് പോകുന്നുണ്ടോ അറിയില്ല. തളിപ്പറമ്പിലേക്കല്ലേ? ഓ, അപ്പോൾ ഓക്കും പോകണം. നമ്മളിങ്ങനെ മേലേക്ക് കയറുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകണ്ട്. ഇങ്ങനെ കയറിയിട്ട് ഇതാണ് ഇവളെ വീട്, പുതിയ വീട്. ഓ അങ്ങനെയല്ല, അത് തറവാടിത് ഇപ്പൊ നിൽക്കുന്ന വീട്. ഭയങ്കര നൊട്ട പറയല് വരുന്നുണ്ടാവുള്ളൂ. ഈ കാറ് നിവേദി ഇപ്പം ഡ്രൈവിങ്ങിൽ പഠിച്ചിട്ട് നിവേദി ഈ കാർ എടുത്തിട്ട് പറക്കും അല്ലേ. അങ്ങനെ ഇന്നലത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ വ്ളോഗ് ഇടോന്നൊന്നും അറിയില്ല, ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരങ്ങനെ എടുത്തിയാണ്, ഒരു മെമ്മറി ആയില്ലേ. ഇട്ടാൽ ആരും ട്രോളരുത്. നിവേദിനെ പ്രത്യേകിച്ചിട്ട്. നിവേദി എന്തല്ലോ ഓള് ഇങ്ങനെ തന്നെയാണ്, ഓളങ്ങനെ തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അത്രയല്ലേ ഉള്ളൂ. നമ്മളെ കഥയിൽ ഇവിടെ കഴിഞ്ഞു അല്ലേ. ഐ മീൻ ഇന്നത്തെ കഥ ഇവിടെ കഴിഞ്ഞു. അപ്പം അത്രയില്ലല്ലേ. എൻ്റെ കയ്യിൽ കുറേ അപ്പപ്പം ഉണ്ടാവും, എന്താ വേണ്ട അങ്ങനെ ആയിപ്പോയി. അതന്നെ.
അപ്പം എല്ലാം പിന്നെ എനക്കാരും വട്ടാന്ന് വിചാരിക്കരുത്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.